ഈ പുസ്തകത്തിലെ ചില അധ്യായങ്ങൾ ആരംഭിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില കഥകൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുക. അപ്പോൾ പൊക്കിൾ കൂടി മുറിച്ച് മാറ്റുന്ന അമ്മയോട് വേദനിക്കുന്നതിന് ഡോക്ടർ ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മറുപടി പറഞ്ഞുകൊണ്ടാണ് അമ്മയും കുഞ്ഞും എന്ന ഒരു അധ്യായം ആരംഭിക്കുന്നത്. ഇങ്ങനെ പല അധ്യായങ്ങളും ആരംഭിക്കുന്നത് പലപ്പോഴും പല അനുഭവങ്ങളും കഥകളും പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പലതും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ അവർ പറഞ്ഞ ചില അനുഭവങ്ങളാണ്. പക്ഷെ അവരുടെ പേര് മാറ്റിയിട്ട് ആ പേരിന് പകരം വേറെ പേരിൽ കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുമല്ലോ ഇത് ഞാനാന്നുള്ളത്. അപ്പോൾ പേരുകളൊക്കെ സാങ്കല്പികമാണ്. അതുപോലെ പലപ്പോഴും ഞാൻ ഇടപെടുന്ന ചിലതൊക്കെ എൻ്റെ മക്കളുടെ അനുഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുടെ കുട്ടികളുടെ അനുഭവങ്ങൾ, നമ്മൾ പഠിപ്പിക്കുന്ന ചില വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ, അതൊക്കെ ആ മനഃപൂർവ്വം പേരാണ് മാറ്റിയിട്ട് വേറെ ഒരു പേര് കൊടുത്തിട്ടൊക്കെയാണ്. പിന്നെ കുഞ്ഞുണ്ണി മാഷയുടെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ഒരു അധ്യായം ആരംഭിക്കുന്നത്. നമ്മുടെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഹിറ്റ്ലറുടെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ഒരു കുട്ടികളുടെ വികൃതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വാശിയുമായി ബന്ധപ്പെട്ട ചില അധ്യായങ്ങൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ വെറുതെ ഒരു ലേഖനം വായിച്ചു പോകുന്ന ഒരു ഫീൽ അല്ലാതെ ഒരു സ്റ്റോറി, ഒരു കഥ വായിക്കുന്ന ഒരു സുഖം കൂടി നമുക്ക് കിട്ടും. പിന്നെ പലതും ചില അനുഭവങ്ങൾ, ചില കൗൺസിലിംഗ് അനുഭവങ്ങളൊക്കെ ആയതുകൊണ്ട് സമാനമായ ചില അനുഭവങ്ങൾ നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മുടേതായ നമ്മുടെ ഒരു സ്വന്തം ഒരു അനുഭവമാണോ എന്നൊരു ഫീലിങ്ങും ഇത് വായിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത് വായിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ ഒരു സ്നേഹമൊക്കെ തോന്നുന്നത്. നമ്മളും അനുഭവിച്ച സമാനമായ, പൂർണ്ണമായിട്ടും അതുപോലെ അല്ലെങ്കിലും കുറച്ചൊക്കെ ഒരു സാമ്യത നമുക്ക് അതുമായിട്ട് ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമുക്ക് ആ ഒരു അനുഭൂതി ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരും വായിക്കുകയും എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യാം.